ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ രണ്ട് സ്പീക്കർ ബോക്സ് പരിചയം ഉണ്ടായിരിക്കും. നമ്മളിവിടെ കാനഡയിൽ വന്നതിന് ശേഷം ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ അസംബ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ക്യാബിൻ മേക്കിംഗ് വീഡിയോ വരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇതൊന്ന് വർക്ക് ചെയ്തെടുത്തപ്പോഴത്തേന് പിന്നെ മടിയടിച്ച്, കാരണം അതിനകത്തുനിന്ന് പാട്ട് കേട്ട് അതിൻ്റെ ഒരു സുഖം പറ്റി ഇരിക്കുന്നു. ബാക്കി ഇത് തീർക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. ഉള്ള സമയത്ത് ഇത് ചെയ്യാനുള്ളൊരു ഒരു പുഷും കിട്ടുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓഡിയോ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ സ്പീക്കർ ബോക്സാണ് കണക്ട് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോണിയുടെ ഈ ഒരു 3-way സ്പീക്കർ ബോക്സ്, ഈ ഒരു വിൻഡേജ് സ്പീക്കർ ബോക്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പീക്കർ ബോക്സിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോണി SSC421AV എന്ന് പറയുന്ന 3-way സ്പീക്കർ ബോക്സ് സിസ്റ്റമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1980കളുടെ അവസാന കാലഘട്ടം, അതായത് 90കളുടെ ആ ഒരു തുടക്ക കാലഘട്ടത്തിലാണ് സോണി ഈ ഒരു സ്പീക്കർ ബോക്സും അതിൻ്റെ കൂടെ വരുന്ന ഒരു റാക്ക് സെറ്റും ലോഞ്ച് ചെയ്ത്. പക്ഷേ പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തൊരു റീൽ വീഡിയോയിൽ ഈ ഒരു സ്പീക്കർ ബോക്സിനെ പറ്റി പറഞ്ഞത് ഇത് സ്റ്റാൻഡ് അലോൺ സ്പീക്കേഴ്സായിട്ടാണ് മാർക്കറ്റിൽ അവർ ലോഞ്ച് ചെയ്യാനായിരുന്നത്. ശരിക്കും ചെറിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് ഇത് അങ്ങനെയല്ല, ഒരു റാക്ക് സെറ്റായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നുള്ളത് മനസ്സിലായത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം പറയുന്നത് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് പറയുന്നത്. ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിൻഡേജ് സ്പീക്കറുകളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സോണി ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന് വേറൊരു നെയിം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ SSC421AV എന്ന് അല്ലാതെ തന്നെ SSU421AV എന്ന് പറഞ്ഞും ഈ ഒരു സ്പീക്കർ ബോക്സ് വരുന്നുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് കളറിലാണല്ലോ. അപ്പോൾ അത് വുഡൻ ഫിനിഷോട് കൂടി വരുന്ന ആ ഒരു കളറിൽ വരുന്ന സ്പീക്കർ ബോക്സ് ഉണ്ടായിരുന്നു. ചെറിയൊരു നോയ്സ് വരുന്ന വേറെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ AC വെൻറ്റിനകത്ത് വരുന്ന സൗണ്ടാണ്, ക്ഷമിക്കുക. പിന്നീട് ഇതിൻ്റെ തന്നെ ഒരു ഹയർ വെർഷൻ കൂടെ ഉണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടെ വാട്ട്സ് കൂടിയിട്ട് SSU532AV എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ വരുന്നുണ്ടായിരുന്നു. അതിന് 270 വാട്ട്സാണ് പീക്ക് പവർ പറയുന്നത്. RMS പവർ അല്ല, പീക്ക് പവർ പറയുന്നത്. ഇതിന് വന്നിട്ട് 220 വാട്ട്സാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റാക്ക് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ സോണിയുടെ LBT D205 എന്ന് പറയുന്ന ഒരു റാക്ക് സിസ്റ്റം, അതിൻ്റെ ഇടതും വലതും ഭാഗത്തായിട്ട് വരുന്ന സ്പീക്കർ ബോക്സുകളായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഈ കാണുന്ന 3-way സ്പീക്കർ ബോക്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോപ്പർ 3-way സ്പീക്കർ ബോക്സ് സിസ്റ്റം തന്നെയാണ് കേട്ടോ. അതായത് ഒരു ലോ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു വൂഫർ, മിഡ് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു മിഡ് റേഞ്ച് സ്പീക്കറും, ഹൈ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ട്യൂട്ടർ എന്നുള്ള രീതിയിൽ ആണ് വന്നിട്ടുള്ളത്. കൺവെൻഷണൽ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്പീക്കർ ബോക്സാണ്. വീണ്ടും ആ ഒരു റാക്ക് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ക്യാബിനകത്താണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. ഇൻറ്റഗ്രേറ്റഡ് സ്റ്റീരിയോ ആംപ്ലിഫയർ അതിനകത്ത് വരുന്നുണ്ട്. സോണിയുടെ തന്നെ അത് ഒബ്വിയസ്ലി സോണിയുടെ തന്നെ STR-AV സീരീസും എല്ലാം ആകാനാണ് ചാൻസ്. പിന്നെ 80s 90s ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമുക്ക് കാസറ്റ് പ്ലെയറും വരുന്നത്. അപ്പോൾ ഒരു അതായത് ഡബിൾ കാസറ്റ് ഡെക്കും അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. സോണിയുടെ തന്നെ TCW സീരീസ് പോലുള്ള കാസറ്റ് ഡെക്ക് വരുന്നുണ്ട്. പിന്നെ CD വരുന്നുണ്ടായിരുന്നു. അതൊരു 5 ഡിസ്ക് CD പ്ലെയറും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാഫിക് ഇക്വലൈസറും വരുന്ന ഒരു കംപ്ലീറ്റ് റാക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു സ്പീക്കർ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പീക്കർ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓഡിയോഫൈ ലെവലിലേക്ക് ഒന്ന് എത്തിക്കുന്ന ഒരു രീതിയിലുള്ളതല്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ പാർട്ടി നടത്തുക, അതായത് അതായത് പവർ അത്ര ഇല്ലാത്ത ആംപ്ലിഫയറിൽ കണക്ട് ചെയ്താൽ പോലും അത്യാവശ്യം സൗണ്ട് തെളിച്ച് വിടുന്ന രീതിയിലുള്ള ഒരു സ്പീക്കർ ബോക്സാണ് അവർ അങ്ങനെ ഒരു മനസ്സിൽ കണ്ടിട്ടാണ് ആ ഒരു സ്പീക്കർ ബോക്സ് ഇറക്കുന്നതാണ് ഞാൻ ഓൺലൈനിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റെഡിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിൻറ്റേജ് സ്പീക്കർ ബോക്സുകൾക്ക് അത്യാവശ്യം കൾട്ട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അവർ സൂക്ഷിച്ച് വെക്കും. ചിലർ റീസെയിൽ ചെയ്യും, ചിലർ ഇത് കളക്ട് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിലോട്ട് മാച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമുക്ക് ഇപ്പം നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിൻഡേജ് സെറ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ. ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ നിന്ന് പാട്ട് കേൾക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം $600 to $1000 ഈ ഒരു സ്പീക്കർ ബോക്സും ആ ഒരു റാക്ക് സെറ്റും കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അവരൊരു ബണ്ടിലായിട്ടാണ് ലോഞ്ച് ചെയ്തതെങ്കിൽ പോലും പിന്നീട് ഈ സ്പീക്കർ ബോക്സ് മാത്രമായിട്ടും അവർ ലോഞ്ച് ചെയ്തിട്ട് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
മേ ബി അത് മറ്റ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു പെർഫോമൻസ് ബെറ്റർ ആയതുകൊണ്ട് കൂടുതൽ ഡിമാൻഡ് വന്നതുകൊണ്ടായിരിക്കും സ്പീക്കർ ബോക്സ് മാത്രമായിട്ട് സെയിലാക്കിയിട്ടുള്ളത്. അതായത് നമുക്ക് എന്തായാലും സ്പീക്കർ ബോക്സ് മാത്രമായിട്ടാണ് ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞതിൻ്റെ റാക്ക് സെറ്റുകളോ അതിൻ്റെ ഒന്നും അവിടെ ഞാൻ കണ്ടില്ല. ജസ്റ്റ് സ്പീക്കർ ബോക്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. സ്പീക്കർ ബോക്സ് മാത്രമായിട്ട് അന്ന് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 150 മുതൽ $250 അന്നത്തെ പ്രൈസാണ് കേട്ടോ. 80s 90s അത്രയും പ്രൈസ് നമുക്ക് വരുന്നുണ്ടായിരുന്നു. ഇനി ഒരു ബോക്സിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഹോൾ ബോക്സ്, അത് ഈ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 8 ohms ആണ്. ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 8 ohms ആണ് ഈ ഒരു സ്പീക്കർ ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന വാട്ട്സ് എന്ന് പറഞ്ഞാൽ 220 watts ആണ്. ആക്ച്വലി അത് PMPO വാട്ട്സ് ആണ്. 20 watts നോൺ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിപ്പിംഗ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ മാക്സിമം 220 watts വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് PMPO വാട്ട്സ് ആണ്, ഒരിക്കലും RMS വാട്ട്സ് അല്ല. ഞാൻ എങ്ങും RMS വാട്ട്സ് കണ്ടില്ല. പക്ഷേ കുറേ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100 watts അല്ലെങ്കിൽ 110 watts ആണ് ഇതിൻ്റെ ഒരു RMS വാട്ട്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പവർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. 100 to 110 watts ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൾട്ട് ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ളവർ കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇതുപോലുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് മാച്ചിങ് ആണെന്ന് പറഞ്ഞാൽ ഒരു 50 to 150 watts വരെയുള്ള സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ക ഓഡിയോ ക്വാളിറ്റിയാണ്, നല്ല രസമുണ്ട് കേൾക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് LM3886 IC ആണ് കേട്ടോ. അപ്പോൾ അതിൽ 68 watts ആണ് 4 ohms വരുന്നത്. അപ്പം 8 ohms എന്തായാലും അത്രയും വാട്ട്സ് വരത്തില്ല. ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയാം. കാരണം നമ്മുടെ പല വീഡിയോസും കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്പീക്കർ ബോക്സിൻ്റെ മെഷർമെൻറ്റ് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ കാരണം ഇതുപോലുള്ള ബോക്സുകൾ നാട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 34.5 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. 14 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് സൈഡിലേക്കുള്ളത്. ബാക്കിലേക്ക് 9 ഇഞ്ച് ഡെപ്ത്ത് ബാക്കിലേക്ക് ഇതിന് വരുന്നുണ്ട്. 12 ഇഞ്ച് വൂഫർ, 4 ഇഞ്ചിൻ്റെ മിഡ് റേഞ്ച്, 2 ഇഞ്ചിൻ്റെ ട്യൂട്ടറുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതൊരു നോൺ പോർട്ടഡ് ടൈപ്പ് സ്പീക്കർ ബോക്സാണ്. അതായത് പോർട്ട് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബേസ്, ഒരു കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ബൂം ബേസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ടൈറ്റ് ബേസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി റോൾ ഓഫ് നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ പോർട്ട് നോയ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. അതായത് ഞാനിവിടെ പോർട്ടഡ് ആയിട്ടുള്ള സ്പീക്കർ ബോക്സിലും പോർട്ടഡ് അല്ലാത്ത സ്പീക്കർ ബോക്സിലും നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ പോർട്ടഡ് അല്ലാത്ത സ്പീക്കർ ബോക്സിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ചും കൂടെ വോളിയം കയറ്റി വെക്കേണ്ടി വരും ആംപ്ലിഫയറിൽ. അതായത് കുറച്ചും കൂടെ പവർ നൽകിയാൽ മാത്രമേ അതിനകത്ത് നിന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ എൻ്റെ ഒരു ബേസിക് നോളജ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യനൊന്നുമല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഇത് പണ്ടത്തെ ആ ഒരു 80s 90s അതേ ട്രാക്ക് പിടിച്ചിട്ട് തന്നെ ചിപ്പ്വുഡ്, അതായത് നമ്മുടെ പാർട്ടിക്കിൾ ബോർഡ് വെച്ചിട്ടാണ് ഈ ഒരു ബോക്സും ബിൽഡ് ചെയ്തിട്ടുള്ളത്. തിക്നെസ് വന്നിട്ട് ഏകദേശം 1/2 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വന്നിട്ടുള്ളത്. അത്രയുള്ള ബോർഡ് വെച്ചിട്ടാണ് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സീൽഡാണ് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി റാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു വിനൈൽ വുഡൻ ഫിനിഷ് വരുന്ന ബ്ലാക്ക് വിനൈൽ റാപ്പിംഗ്. നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കാട്ടി ക്വാളിറ്റി ഉള്ള കേട്ടോ. ഇത് പ്ലാസ്റ്റിക് വിനൈൽ റാപ്പിംഗ് അല്ല, കംപ്ലീറ്റ്ലി ഫിനിഷിംഗ് ഉള്ള നല്ല റാപ്പിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. വെയിറ്റ് ഒരു 14 കിലോളം ഭാരം ഈ ഒരു സ്പീക്കർ ബോക്സിന് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പീക്കർ ബോക്സിൽ ഗ്രില്ല് വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഗ്രില്ല് വെച്ച് സ്പീക്കർ അടച്ചു വെക്കുന്നത്. എനിക്ക് സ്പീക്കർ ഇങ്ങനെ കണ്ടുകൊണ്ട് പാട്ട് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് സോണിയുടെ ബാഡ്ജിങ്ങോട് കൂടിയൊക്കെ വരുന്ന ഒരു ഗ്രില്ല് വരുന്നുണ്ട്. അതൊരു അക്വസ്റ്റിക് ക്ലോത്തൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പക്ഷേ ചില മോഡലുകൾക്ക് നമുക്ക് വുഡൻ ഫ്രെയിം തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു നോർമൽ സ്പീക്കർ സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വയർ കണക്ട് ചെയ്യാൻ ബനാന സോക്കറ്റൊന്നും അല്ല. 80s 90s നോർമൽ സ്പീക്കർ സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റിക്കറുണ്ട് അതിനകത്ത്. കംപ്ലീറ്റ് സ്പെക്സും കൊടുത്തിട്ടുണ്ട്. ഇത് 8 ohms ലോഡാണെന്നും അതുപോലെ തന്നെ 220 watts ആണ് പീക്ക് പവർ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇത് അസംബിൾഡ് ഇൻ കാനഡയാണ്, അതായത് മെയ്ഡ് ഇൻ കാനഡ അല്ല. മേ ബി തൈവാൻ, ചൈന, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്പീക്കറുകൾ അങ്ങനെ എത്തിച്ചിട്ട് ഇവിടെ അസംബിൾ ചെയ്തതായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അസംബിൾഡ് ഇൻ കാനഡ എന്നാണ് കാണിച്ചിട്ടുള്ളത്. സ്പീക്കേഴ്സിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ 12 ഇഞ്ചിൻ്റെ ലോ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൂഫറാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ST ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ബേസ് ഉണ്ടല്ലോ, ലോ വോളിയത്തിൽ കിട്ടുന്ന ഒരു സ്മൂത്ത് ബേസ്. അത് നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു ബേസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വൂഫർ താഴെ വന്നിട്ടുണ്ട്. മിഡ് റേഞ്ച് വന്നിട്ട് 4 ഇഞ്ചാണ് അതിൻ്റെ കോൺ സൈസ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫ്രെയിം നോക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വീതി ഉള്ളത് കൊണ്ട് ഏകദേശം 6 ഇഞ്ചോളം സ്പേസ് ആ ഒരു മിഡ് റേഞ്ച് സ്പീക്കർ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത നല്ലൊരു
ക്വാളിറ്റി ഓഡിയോ നമുക്ക് ആ മിഡ് അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വരുന്നുണ്ട്. ട്യൂട്ടർ വന്നിട്ട് മാഗ്നറ്റുള്ള ടൈപ്പ് പേപ്പർ ട്യൂട്ടറാണ് വന്നിട്ടുള്ളത്. അതും ഏകദേശം 2 ഇഞ്ചേ ഉള്ളൂ, 2-2.5 ഇഞ്ച് അങ്ങാണ്ടേ ഉള്ളൂ. ഇതിൻ്റെ കോൺ സൈസ് എന്ന് പറയുന്നത് അതിനൊരു ബോർഡർ ആ ഒരു റൗണ്ട് കവറിങ് വന്നിട്ട് കുറച്ചും കൂടെ വീതി വന്നിട്ട് ഒരു 3-3.5 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. ആ ഒരു പേപ്പർ ട്യൂട്ടറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 50 വോൾട്ട് 1 മൈക്രോഫാരഡിൻ്റെ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് ട്യൂട്ടറിൻ്റെയും മിഡ് റേഞ്ചിൻ്റെയൊക്കെ കപ്പാസിറ്റർ വാല്യൂ. അതുപോലെ മിഡ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ 3.3 മൈക്രോഫാരഡിൻ്റെ ഒരു 50 വോൾട്ട് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററാണ് മിഡ് റേഞ്ചിന് വേണ്ടിയിട്ടും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രോസ് ഓവർ നെറ്റ്വർക്ക് ബോർഡൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓൾറെഡി നമ്മുടെ റീൽസും ഷോർട്സും കാണുന്നവർക്ക് കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്താണെന്നുള്ളത് അറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലല്ല. അപ്പോൾ ഐഫോണിലുണ്ടായിരുന്നപ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഐഫോണില്ല, ആൻഡ്രോയിഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതും എൻ്റെ പഴയ ഫോണാണ്, 4 വർഷം പഴക്കമുള്ള ഫോണിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ അന്ന് ഐഫോണിലെടുത്ത വീഡിയോസൊക്കെ കിടപ്പുണ്ട്. കുറച്ചുകൂടെ ഓഡിയോ ക്വാളിറ്റി ബെറ്ററായിട്ട് നിങ്ങൾക്ക് തോന്നാം, എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ഇപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ സോണിയുടെ SSC421AV എന്ന് പറയുന്ന 3-വേ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വിൻറ്റേജ് ഡിവൈസും പുതിയ ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെയൊക്കെ റിവ്യൂവും ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള വിൻറ്റേജ് സ്പീക്കർ ബോക്സ് ഇനിയും നമ്മൾ വേറെ കൊണ്ടുവരും. നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്ന സ്പീക്കർ ബോക്സ് ഇതാണ്. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആ സ്പീക്കർ ബോക്സിനെ പറ്റിയായിരിക്കും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.